അടിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇതേപോലത്തെ വ്യൂ വരും. ഇതേപോലെ നമുക്ക് എല്ലാ പെയിന്റ് കടയിൽ പോയിട്ട് കളർ നോക്കാൻ നേരത്ത് എല്ലാം നല്ലതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് നമ്മുടെ ഭിത്തിയിൽ അടിക്കുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയാനായിട്ട് ഭയങ്കര പാടല്ലേ. അപ്പൊ നമ്മൾ പെയിന്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്ക് അടിച്ചു നോക്കാം. അത് നമുക്ക് വാളിൽ അടിച്ചു നോക്കാം, സീലിങ്ങിലൊക്കെ ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചുമ്മാ ജസ്റ്റ് യെല്ലോ കളർ എന്ന് പറഞ്ഞ് ഇട്ട് നോക്കി. അപ്പോൾ ഇഷ്ടംപോലെ കളറുകൾ വന്നിട്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെന്ന് നോക്കിയിട്ട് ആ കളറിനെ മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഇമേജ്. നമുക്ക് ഏത് കളറാണെന്നുള്ളത് നോക്കിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ നമ്മുടെ ടൂളിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ടൂള്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മൾ സീലിംഗിന് മാത്രം അടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സീലിംഗിന് ഈ ഒരു കളർ അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതൊരു ട്രയൽ പർപ്പസ് എന്നുള്ള രീതിയിലാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇമേജ് ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം സീലിംഗ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒന്നും ചെയ്യേണ്ട. എന്നിട്ട് നമ്മൾ അതും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ ആ മഞ്ഞ കളർ അവിടെ സീലിംഗിന്റെ അകത്ത് അടിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇതേപോലത്തെ വ്യൂ വരും. ഇതേപോലെ നമുക്ക് എല്ലാ വാളുകളും നമുക്ക് ഈ പെയിന്റ് മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതായത് പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ അത് എങ്ങനെയായിരിക്കും അതിന്റെ വ്യൂ വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ പെയിന്റും കാര്യങ്ങളും സെലക്ട് ചെയ്താൽ മതി. ഈ രീതിയിൽ നമുക്ക് നമ്മൾ ഏത് കസ്റ്റമായിട്ടുള്ള കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ പെയിന്റ് ഒന്നും മേടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇതില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ചരട് മരണ്ട കാര്യങ്ങളൊക്കെ അവസ്ഥ വരാറുണ്ട്. അങ്ങനെ വരാത്ത രീതിയിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കളർ ഉൾപ്പെടെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ ഫോട്ടോ ആപ്പിലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കളർ കൂട്ടി ഇങ്ങനെയൊക്കെ തോന്നുന്നതായിരിക്കും. പക്ഷെ ഇതിന്റെ അകത്ത് പറഞ്ഞാൽ കൃത്യമായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമുക്ക് വീടിന്റെ അകത്തും വീടിന്റെ പുറത്തും എവിടെ വേണമെങ്കിലും നമുക്ക് പെയിന്റുകൾ ഇടാനായിട്ട് സാധിക്കും. അത് നമ്മൾ കൊടുക്കുന്ന ഇമേജ് അനുസരിച്ച് ഏത് കളറാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നല്ല മാനുവലായിട്ട് നമുക്ക് ഇന്ന പൊസിഷനിൽ മാത്രം കളർ അടിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ. നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ പെയിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലയന്റ് ചെയ്യുന്ന മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ റെൻഡർ ചെയ്യാനായിട്ട് ആകെ 1 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ. ക്ലയന്റ് ഇഷ്ടംപോലെ ചോയ്സ് കൊടുത്തിട്ട് അതിനകത്ത് ഏതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനകത്ത് കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിലോ ടോട്ടലായിട്ട് ക്ലയന്റിന് നല്ല വാല്യൂ കിട്ടും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ ഇല്ലാതെ ചെയ്യാനും സാധിക്കും. നിങ്ങൾ വീട് നിർമ്മിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ എ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കളറിൽ ഏത് തീമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൂട്ട് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതുപോലത്തെ ടൂളുകൾ ഇല്ലാതെയാണ് ചെയ്യണമെങ്കിൽ അനാവശ്യമായിട്ട് ഒത്തിരി പൈസ നിങ്ങൾ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റി കുറയോ കാര്യങ്ങൾ ചെയ്യും. ഇതേപോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല കളർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കോമ്പിനേഷനുള്ള കളറും കാര്യങ്ങളും മാത്രം മേടിക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ടൂളുകളുടെ എല്ലാം പ്രത്യേകത. ഇതേപോലത്തെ 24 ടൂളുകളാണ് നമുക്കുള്ളത്. അത് ഇന്റീരിയറിൽ, എക്സ്റ്റീരിയറിൽ, ഗാർഡനിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഉണ്ടാവും. അതുപോലെ തന്നെ മലയാളത്തിലുള്ള നോട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ബിഗിനർ ഫ്രണ്ട്ലി ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രം ഒരു 450 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യത്തെ 7 ദിവസം നിങ്ങൾക്ക് ഫ്രീ ട്രയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ക്ലാസ് നേരിട്ട് കാണാം. താങ്ക് യു.